കല്യാണ കച്ചേരി. രചന അവതരണം മിത്രവിന്ദ. അല്പം ബലപ്പെട്ട് കാർത്തി അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. പതിയെ അവളെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. മതി കരഞ്ഞത്. നോക്ക്, താൻ ഇപ്പോഴും ചെറിയ പ്രായമാണ്. നമുക്കിതിനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് വെറുതെ കരഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കരുത്. എന്നാലും ഞാൻ കരുതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ഇത്രയും ദിവസമായിട്ടും പീരിയഡ്സ് വന്നില്ല. പിന്നെ എനിക്ക് വല്ലാത്ത ക്ഷീണവും. ഏങ്ങി ഭൂമി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. സാരമില്ലെന്നേ, തനിക്കിനി ഉടനെ വേണമെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ തിരക്കൊക്കെ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഒരു ഡോക്ടറെ പോയി കാണാം. ഡോക്ടറുടെ നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. അതിനുശേഷം സമാധാനത്തോടെ മതി കേട്ടോ. കാർത്തി അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നമ്മൾ സേഫ് സോണിലാണ് നോക്കിയത്. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഭദ്ര കരയാതെ. തൻ്റെ കണ്ണീര് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത നൊമ്പരം. കാർത്തിയുടെ വാക്കുകൾ ഇടറിയതും ഭൂമിക്ക് വിഷമമായി. പിന്നീട് അവളും യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. ഒരുപാട് നേരം കാർത്തി അവളെ സമാധാനിപ്പിച്ച ശേഷമാണ് അവൾ ആ രാത്രി ഉറങ്ങിയത്. സമയം ഏറെ വൈകി കിടന്നതുകൊണ്ട് പിറ്റേന്ന് ഉണരാനും അവർ താമസിച്ചു. അതുകൊണ്ട് തന്നെ കാർത്തി ജോഗിങ്ങിനും പോയില്ല. രാവിലെ 7 മണി കഴിഞ്ഞിട്ടും അവരിരുവരെയും താഴേക്ക് കാണാതായതോടെ സുഭദ്ര കാർത്തിയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്താമ്മേ? കണ്ണാ, മോനെ എന്തു പറ്റി? രണ്ടുപേരെയും ഇതുവരെയായിട്ട് താഴേക്ക് കണ്ടില്ല. വയ്യേ? സുഭദ്ര അത് ചോദിച്ചപ്പോഴാണ് കാർത്തി ഫോണിൽ സമയം നോക്കിയത്. മണി 7 കഴിഞ്ഞെന്ന് കണ്ടതും അവൻ ധൃതിയിൽ എണീറ്റു. ഉറങ്ങിപ്പോയമ്മേ. ഇന്നലെ ഭൂമി പഠിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ സമയം ഒരുപാട് വൈകി. ആണോ? ഞാൻ നിങ്ങളെ രണ്ടാളെയും കാണാഞ്ഞോട്ട് വിളിച്ചതാ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി താഴേക്ക് വരാം. അതും പറഞ്ഞുകൊണ്ട് കാർത്തി ഫോൺ വെച്ചു. ഒരുപാട് വേള അവൻ്റെ മിഴികൾ തനിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയിലേക്ക് നീണ്ടു. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ഓർമ്മ വന്നതും അവൻ അവളോട് അലിവ് തോന്നിപ്പോയി. പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായപ്പോൾ തൻ്റെ നെഞ്ചിൽ മുഖമുരുട്ടി കരഞ്ഞവളെ ഓർക്കി അവനും തൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു പിടപ്പ്. കാർത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന ശേഷമാണ് ഭൂമിയെ വിളിച്ചുണർത്തിയത്. ഭദ്ര, എടാ എണീക്ക്. അവൻ കുലുക്കി വിളിച്ചു. ഇത്തിരി നേരം കൂടി. ഉറക്കം പോയില്ല കണ്ണേട്ടാ. എടോ, സമയം ഒരുപാട് താമസിച്ചു. നമുക്ക് കോളേജിൽ പോകണ്ടേ? ഭൂമി പതിയെ കണ്ണ് ചിമ്മി തുറന്നു. ചുവരിലെ ക്ലോക്കിലേക്ക് അവളുടെ ശ്രദ്ധ പോയതും പെട്ടെന്ന് ചാടിപ്പിടിഞ്ഞെണീറ്റവൾ. എടോ, പതിയെ. കാർത്തിയുടെ മുൻപിൽ എത്രയൊക്കെ പഴയതാകാൻ ശ്രമിച്ചെങ്കിലും അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അതേപ്പറ്റി കൂടുതലായി എന്തെങ്കിലും ചോദിച്ച് അവളെ വീണ്ടും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കാർത്തി പിന്നീട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. എന്നാൽ ഫ്രഷാകാനായി ബാത്റൂമിലേക്ക് കയറിയ ഭൂമി കണ്ടു അവിടെ ഇരിക്കുന്ന പ്രഗ്നൻസി കിറ്റ്. ഒരു നിമിഷം ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലൂടെ മിന്നിമാഞ്ഞു. ഭൂമിയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ പെയ്തു. പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ വേഗം കുളിച്ച് റെഡിയായി അവൾ പുറത്തേക്ക് ഇറങ്ങി. കാർത്തിയ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ബാൽക്കണിയിൽ നിന്ന് ആരോടോ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ബുക്കും ബാഗും മറ്റു കാര്യങ്ങളും എടുത്ത് ഭൂമി നേരെ താഴേക്ക് പോയി. എന്തു പറ്റി മോളെ? ഇന്നലെ കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയോ? കാർത്തി പറഞ്ഞിരുന്നു. ബാഗുമായി താഴേക്ക് ഇറങ്ങി വരുന്ന ഭൂമിയെ കണ്ടപ്പോൾ തന്നെ സുഭദ്ര അതായിരുന്നു പറഞ്ഞത്. അതിനു മറുപടിയായി ഭൂമി ഒരു മങ്ങിയ ചിരി അവർക്ക് മടക്കി നൽകി. ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയവർ പെട്ടെന്ന് അവളെ അടിമുടിയൊന്ന് നോക്കി. മോളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? മോള് കരഞ്ഞോ? ഇല്ലമ്മേ. മുഖത്തെ പതർച്ച പരമാവധി മറയ്ക്കാൻ ശ്രമിച്ച് ഭൂമി പറഞ്ഞു. മോളെ, നീ എന്നോട് കള്ളം പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാകും മോള് കരഞ്ഞിട്ടുണ്ടെന്ന്. എന്താ മോളെ പറ്റി? എന്ത് സങ്കടമാണേലും അമ്മയോട് എൻ്റെ പൊന്നുമോള് പറയണം കേട്ടോ. അതേ സമയം തന്നെയാണ് റെഡിയായി താഴേക്ക് കാർത്തി ഇറങ്ങി വന്നത്. അവനെ കണ്ടതും സുഭദ്ര അവന് നേരെ തിരിഞ്ഞു. എടാ, നീ മോളെ വഴക്കു വല്ലതും പറഞ്ഞോ? ഇല്ല. പിന്നെന്താ മോളുടെ മുഖം കരഞ്ഞു കലങ്ങിയിരിക്കുന്നത്? അത് അമ്മേ. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം കാർത്തിയും ഒരാലോചനയോടെ നിന്നു. അപ്പോഴേക്കും രാവിലെ ജോഗിങ്ങിന് പോയ ബാലേന്ദ്രൻ കൂടി അവിടേക്ക് വന്നു. സുഭദ്ര ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു.
നോക്കു ബാലേട്ട, മോളുടെ മുഖം വല്ലാതിരിക്കുന്ന കണ്ടില്ലേ? ഇന്നലെ രാത്രി നന്നായി കരഞ്ഞ ലക്ഷണമുണ്ട്. ഞാൻ ചോദിക്കുമായിരുന്നു കാർത്തി വല്ല വഴക്കും പറഞ്ഞോന്ന്. എന്താ മോളെ പറ്റിയത്? വളരെ സ്നേഹത്തോടെ ബാലേന്ദ്രൻ കൂടി അത് ചോദിച്ചതും ഭൂമിക്ക് തീർത്തും ഉത്തരം മുട്ടിപ്പോയി. അവളൊന്നും പറയാനാവാതെ കാർത്തിക്കിനെ നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും മെല്ലെ പെയ്തു തുടങ്ങിയിരുന്നു. സുഭദ്രയുടെ മാറിലേക്ക് വീണ് പൊട്ടി പൊട്ടിക്കരയുന്ന ഭൂമിയെ അവരെല്ലാവരും ഒരുപോലെ പകച്ചു നോക്കി. സുഭദ്ര കാര്യം എന്താണെന്ന് അറിയാൻ എന്നതുപോലെ കാർത്തിക്കിനെ നോക്കി. കാർത്തി, ഇനിയെങ്കിലും മര്യാദയ്ക്ക് കാര്യം എന്താണെന്ന് പറഞ്ഞേ. സുഭദ്രയുടെ ശബ്ദത്തിൽ അപ്പോൾ അല്പം ദേഷ്യം കൂടി കലർന്നിരുന്നു. സത്യം പറഞ്ഞില്ലെങ്കിൽ കാര്യം ശരിയാവില്ലെന്ന് കാർത്തിക്ക് മനസ്സിലായി. അതേസമയം തന്നെ സുഭദ്രയുടെ മാറിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ ഭൂമി കാർത്തികിനെ കണ്ണുകൊണ്ട് വിലക്കുന്നുണ്ട്. ഒന്നും പറയരുത് എന്നേ അർത്ഥത്തിൽ. പക്ഷെ കാർത്തി എന്തോ പറയാൻ തുടങ്ങുന്നത് കണ്ടതും പെട്ടെന്ന് തന്നെ ഭൂമി സുഭദ്രയുടെ പിടിവിട്ട് അടുക്കളയിലേക്ക് നടന്നു. നീ കാര്യം പറ കാർത്തി. അവൾ പോകുന്നു നോക്കിക്കൊണ്ട് സുഭദ്ര കാർത്തിയോട് ചോദിച്ചു. അതമ്മേ, ഭൂമിക്ക് 2 വീക്സായിട്ട് പീരിയഡ്സ് ഡിലേ ആയിരുന്നു. ഭൂമി കരുതിയത്. കാർത്തി അവിടെ കൊണ്ട് പറഞ്ഞു നിർത്തിയതും സുഭദ്ര ഇടയ്ക്ക് കയറി സംസാരിച്ചു. സത്യമാണോ കാർത്തി? എൻ്റെ ഭഗവാനേ! പക്ഷേ ഇന്നലെ നൈറ്റ് ഭൂമി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ റിസൾട്ട് നെഗറ്റീവ് എന്നാണ് കണ്ടത്. അതുകൊണ്ട് ഭൂമിക്ക് ഭയങ്കര വിഷമം. ഇന്നലെ രാത്രി മുഴുവൻ നല്ല കരച്ചിലുമായിരുന്നു. കാർത്തി അത് പറഞ്ഞ നിമിഷം സുഭദ്രയ്ക്ക് ഓർമ്മ വന്നത് കിരണിനെയും അഞ്ജലിയുമാണ്. വീട്ടിൽ തിരിച്ചു കയറാൻ വേണ്ടി അവരങ്ങനെ ഒരു കള്ളം പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാത്ത പേരിൽ ചങ്ക് പൊട്ടിക്കരയുന്ന മറ്റൊരു പെണ്ണ്. സുഭദ്രയ്ക്ക് ഭൂമിയോട് അലിവ് തോന്നി. പിന്നീട് കാർത്തി പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാൻ ചെവി കൊടുക്കാതെ സുഭദ്ര നേരെ അടുക്കളയിലേക്ക് പോയി. സ്ലാബിൽ ചാരിക്കൊണ്ട് മുഖം പൊത്തി കരയുകയായിരുന്നു ഭൂമി ആ സമയം. മോളെ, അമ്മയുടെ മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങളെ രണ്ടുപേരും ചെറിയ പ്രായമല്ലേ? നിങ്ങൾക്കിനി ഒരുപാട് സമയമുണ്ട്. പഠിത്തമൊക്കെ കഴിയട്ടെ. എൻ്റെ മോള് വിഷമിക്കരുത്. മോൾ ഇങ്ങനെ കരയുന്ന കണ്ടാൽ അമ്മയ്ക്കൂടി സങ്കടം വരും. കണ്ണിനും വല്ലാതെ വിഷമാണ് കേട്ടോ. സുഭദ്ര പറഞ്ഞതും ഭൂമി കണ്ണു തുടച്ചുകൊണ്ട് അവരെ നോക്കി. അമ്മ പറയുന്നത് മോൾക്ക് മനസ്സിലായോ? അവൾ തലകുലുക്കി. വന്നേ, വാ, നല്ല കുട്ടിയായിട്ട് വന്ന് ആഹാരം കഴിക്ക്. എക്സാമൊക്കെ വരികയാണ്. മാത്രമാണോ, മറ്റന്നാൾ കോളേജിൽ ഡാൻസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി നല്ല ആക്റ്റീവായിട്ടിരിക്കും. സുഭദ്ര അത് പറഞ്ഞതും അതനുസരിക്കും പോലെ അവർക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് ഭൂമി ചെന്നു. ആ സമയം കാർത്തിക്കും ബാലേന്ദ്രനും ഭൂമിയും സുഭദ്രയും കാത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുവാണ്. പിന്നീട് അവർ കൂടി വന്നതും 4 പേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു തുടങ്ങി. പതിവ് പോലെ സുഭദ്രയോട് യാത്രയും പറഞ്ഞ് ഭൂമിയും കാർത്തിയും കോളേജിലേക്ക് പോയി. അവരുടെ പോക്ക് നോക്കി ഉമ്മറത്ത് നിൽക്കുവാണ് സുഭദ്രയും ബാലേന്ദ്രനും. പാവം കുട്ടി, അവൾ അത്രമേൽ ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. ഒരുപാട് കരഞ്ഞു. എത്രയും പെട്ടെന്ന് ഈശ്വരൻ എൻ്റെ മോക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മതിയായിരുന്നു. സുഭദ്ര നെഞ്ചിൽ കൈവച്ച് ഒരു പ്രാർത്ഥന പോലെ അത് പറഞ്ഞു. അതേസമയം അത്ര തെളിച്ചമില്ലാത്ത മുഖത്തോടെ കാറിലിരുന്നു കൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകളിൽ കണ്ണുനട്ടിരിക്കുവാണ് ഭൂമി. കാർത്തി ആവുന്നത്ര അവളെ പഴയ പോലെ ആക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഭൂമിയുടെ മുഖം അല്പം കടുപ്പത്തിൽ തന്നെയായിരുന്നു. ദേ നോക്കൂ ഭദ്ര, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാമാണ്. നീ ഇങ്ങനെ ആക്റ്റീവ് അല്ലാതിരുന്നാൽ അത് എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മൊത്തം ടീമിനെയാണ്. കുറേ നാളത്തെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ ഭദ്രയുടെ അടുത്ത് പറയുവാണ്, കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് മുന്നിൽ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. അതുമാത്രമല്ല, താൻ ഇപ്പോഴും ചെറിയ പ്രായമാണ്. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ ഭദ്ര. അങ്ങനെ കുറേ കാര്യങ്ങൾ കാർത്തി നിർത്താതെ പറഞ്ഞതും ഭൂമി മനസ്സിലായതുപോലെ തന്നെ പഴയ രീതിയിൽ അവനോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അവൾ കരഞ്ഞതിൻ്റെ അവശേഷിപ്പ് അത്യാവശ്യം പ്രകടമായി തന്നെ മുഖത്തുണ്ടായിരുന്നു. പതിവ് പോലെ അവരുടെ കാറ് കോളേജിൻ്റെ പാർക്കിങ്ങിലേക്ക് ചെല്ലുമ്പോൾ അവരെയും കാത്തു നിന്നതുപോലെ സുമി അവിടെയുണ്ട്. ഭൂമിയുടെ കരഞ്ഞു വീർത്ത മുഖം കാണിക്കെ സുമിക്ക് എന്തെല്ലാമോ സംശയങ്ങളുണ്ടായെങ്കിലും അവൾ ഭൂമിയോട് ഒന്നും തന്നെ ചോദിച്ചില്ല. ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ് അവൾക്ക് വാഷ്റൂമിൽ കൂടി പോകണമെന്ന് ഭൂമി പറഞ്ഞത്. അതുകൊണ്ട് അവരിരുവരും വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു. സുമി, ഞാനിന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഞാൻ ആദ്യം കരുതിയതാണ് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന്.
പിന്നീട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അങ്ങനെ പോയി ചെയ്തു. പക്ഷെ റിസൾട്ട് നെഗറ്റീവാണ്. സാരമില്ല ഭൂമി, അതിന് നീ ഒരുപാട് കരഞ്ഞോ? അതാണോ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? മനസ്സിൽ തോന്നിയ സംശയം അതേപടി തന്നെ സുമി ചോദിച്ചു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളും ഭൂമി സുമിയോട് പറഞ്ഞു. ഇനിയും കരയുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഭൂമിയെ സുമി കെട്ടിപ്പിടിച്ചുകൊണ്ട് പതി അവളുടെ തോളി തട്ടിക്കൊടുത്തു. സാരമില്ല ഭൂമി, നമുക്കിനി ഒരുപാട് സമയമുണ്ടെന്നേ. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അല്പം ഇടറിയ ഭൂമിയുടെ ശബ്ദം കേൾക്കെ സുമിക്കും നെഞ്ചിനൊരു വല്ലാത്ത കനം പോലെ തോന്നി. അതെനിക്ക് മനസ്സിലായി, നീ എക്സ്പെക്റ്റ് ചെയ്തിരുന്നുവെന്ന്. സാരമില്ല, ഇനിയിപ്പോൾ എക്സാമും പ്രോഗ്രാമും ഒക്കെ വരാൻ കിടക്കുമല്ലേ. തൽക്കാലം അതിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയമുണ്ടല്ലോ. സുമിയുടെ ആ വാക്കുകൾ ഭൂമിക്ക് നൽകിയ ആശ്വാസം അത്ര ചെറുതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മാക്സിമം പഴയ ഭൂമിയാകാൻ ശ്രമിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. 2 ദിവസം കൂടി മാത്രം പ്രോഗ്രാമിന് ബാക്കിയുള്ളതുകൊണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ 2 ദിവസത്തേക്ക് ക്ലാസ്സിൽ കയറാതെ അവർക്ക് മുഴുവൻ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രിൻസിപ്പൾ അനുമതി നൽകി. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ കയറി ബാഗ് വെച്ചിട്ട് ഒരു വാട്ടർ ബോട്ടിൽ മാത്രം കയ്യിലെടുത്ത് ഭൂമി നേരെ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി നടന്നു. അന്നേ ദിവസം മുഴുവൻ പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഭൂമി ടയേർഡായി. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഭൂമിയും കാർത്തിയും. നമുക്കൊരു കോഫി കുടിക്കാൻ പോയല്ലോ കണ്ണേട്ടാ, ഭയങ്കര ക്ഷീണം. ഇന്ന് ഫുള്ള് പ്രാക്ടീസ് ആയിരുന്നല്ലോ. അതിനെന്താ, പോകാമല്ലോ. ഭൂമി പറഞ്ഞ പ്രകാരം അവർ രണ്ടുപേരും ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ആഹാരവും കഴിച്ചാണ് വീട്ടിലേക്ക് വന്നത്. പതിവ് പോലെ അവരെയും കാത്ത് സുഭദ്ര വീട്ടുമുറ്റത്തുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ സുഭദ്ര ഭൂമിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി. മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ഇന്ന് മുഴുവൻ ഡാൻസിൻ്റെ പ്രാക്ടീസ് ആയിരുന്നമ്മേ. ഇനി നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ പ്രോഗ്രാമിന്. സുഭദ്രയോട് അതും പറഞ്ഞുകൊണ്ട് ഭൂമി അകത്തേക്ക് കയറി. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? മോൾക്ക് എന്തായാലും നാളെ കഴിഞ്ഞ് പ്രോഗ്രാം ഉള്ളതല്ലേ. അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും കൂടി ക്ഷേത്രത്തിലൊന്ന് പോയി വരാം. മാത്രമല്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബാലേട്ടനും തിരികെ ദുബായിക്ക് പോകും ബിസിനസ് ആവശ്യങ്ങൾക്കായി. എങ്കിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി കുടുംബക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുതു വരാം. കാർത്തി കൂടി അങ്ങനെ പറഞ്ഞതോടെ ആ കാര്യത്തിനൊരു തീരുമാനമായി. വേഗം കുളിച്ച് റെഡിയായി വരാമെന്ന് പറഞ്ഞ് ഭൂമി മുകളിലേക്ക് പോയി. അതേസമയം ബാലേന്ദ്രനും കാർത്തിക്കും തമ്മിൽ എന്തോ ബിസിനസ് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഭൂമി ബാഗെല്ലാം കൊണ്ട് സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ച് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനായി ഒരു താവണിയും കയ്യിലെടുത്ത് കുളിക്കാനായി കയറി. പാവാടയും ബ്ലൗസും മാത്രം ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്ന് അവൾ കുളിച്ചിറങ്ങി വന്ന സമയത്താണ് താഴെ നിന്ന് മുകളിലേക്ക് കാർത്തിയും വന്നത്. അവൻ വന്ന് വാതിൽ തുറന്നു. ഒരു വേള രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ ഉടക്കി. പാവാടയും താവണിയുടെ അരബ്ലൗസും മാത്രമായിരുന്നു ഭൂമിയുടെ വേഷം. പെട്ടെന്ന് കാർത്തി അവിടെ പ്രതീക്ഷിക്കാതെ കണ്ടതും ഭൂമി ഒന്ന് പരിങ്ങി. സാധാരണ അച്ഛനുമായി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നീളും അവരുടെ സംഭാഷണം. ആ പ്രതീക്ഷയുടെ പുറത്താണ് ഭൂമി നിന്നത്. കാർത്തിയുടെ മിഴികൾ അവളിൽ ആകമാനം ഓടി നടന്നു. നനഞ്ഞ മുടി മുഴുവനും ടവൽ ചുറ്റി പിന്നിലേക്ക് കെട്ടിവെച്ചിരിക്കുകയാണ്. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുഖവും കഴുത്തും, വെള്ളത്തുള്ളികൾക്കൊപ്പം കഴുത്തിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന പൊന്നിൻ താലി. കാർത്തിയുടെ മിഴികൾ വീണ്ടും താഴേക്ക് സഞ്ചരിച്ചു. പെട്ടെന്നൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ്. കാർത്തി അവൾക്കടുത്തേക്ക് ചുവടുവെക്കുന്ന ഓരോ നിമിഷവും അവൾ പിന്നോട്ട് സഞ്ചരിച്ചു. ഒടുവിൽ പിന്നിലെ ചുവരെ തട്ടി അവൾ നിന്നതും അവൻ അവളിലേക്ക് ചേർന്നു വന്നു. കാർത്തിയുടെ തീക്ഷ്ണമായ നോട്ടം നേരിടാനാവാതെ ഭൂമി മുഖം കുനിച്ചു. കാർത്തി ചൂണ്ടുവിരൽ അവളുടെ മുഖമുയർത്തി. അവളുടെ കവിളുകളിൽ ആ സമയം നാണത്തിൻ്റെ ചുവപ്പുരാശി പടർന്നു. കാർത്തി അതിരങ്ങൾ ഭൂമിയുടെ കഴുത്തിലേക്ക് അമർത്തിയതും ഇടം കൈകൊണ്ടവൻ അവളുടെ കഴുത്തിൽ ചുറ്റിക്കെട്ടിയ ടവലഴിച്ചിട്ടു. അതിനോടൊപ്പം തന്നെ അവൻ്റെ വലം കൈ അവളുടെ വയറിലേക്കും അമർന്നു. പെട്ടെന്നുള്ള കാർത്തിയുടെ ആ പ്രവൃത്തിയിൽ ഭൂമിയൊന്ന് നീങ്ങിപ്പോയിരുന്നു. ഭദ്രേ, മുരളം പോലെയുള്ള അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവളിൽ നിന്നൊരു മൂളലുയർന്നു. കഴുത്തിലൂടെ ഇഴഞ്ഞു തുടങ്ങിയ കാർത്തിയുടെ മുഖം താഴേക്ക് സഞ്ചാരപാത തീർത്തതും ഒരു വെപ്രാളത്തോടെ ഭൂമി അവനെ തടഞ്ഞു. അമ്മ വിളിക്കും, ക്ഷേത്രത്തിൽ പോകാനുള്ളതാ. ഈ കണ്ണേട്ടൻ്റെ ഒരു കാര്യം.
പെട്ടെന്ന് ഭൂമി അത് പറഞ്ഞുകൊണ്ട് കാർത്തിയെ തള്ളി മാറ്റിയതും ഒരു കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി. ഭൂമി വേഗം കട്ടിലിൽ കിടന്ന ദാവണി ഷോൾ എടുത്ത് അലസമായി ദേഹത്തോടെ ചുറ്റി. കണ്ണിട്ട് വേഗം കുളിച്ച് റെഡിയായി വരൂ. ഭൂമി തിരിഞ്ഞു നിന്നുകൊണ്ടാണ് പറയുന്നത്. ആ സമയം താളം തെറ്റി മടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ അവൾ നന്നേ കഷ്ടപ്പെട്ടു. അവളുടെ ആ പ്രവൃത്തികളൊക്കെ കാണിക്കെ ഒരു ചിരിയോടെ കാർത്തി കുളിക്കാൻ കയറി. അപ്പോഴേക്കും ഭൂമി ചെറുതായി മുഖത്തൊരു മേക്കപ്പൊക്കെ ഇട്ടു. ഇരുമിഴികളും ഇത്തിരി കടുപ്പത്തിൽ കരികൊണ്ടെഴുതി. നെറ്റിയിലൊരു ചുവന്ന പൊട്ടുകുത്തി. ധാവണിയുടെ ഷോൾ ഞുറിഞ്ഞെടുത്തുകൊണ്ട് താഴേക്ക് നടന്നു. ഡി, അവിടെ നിൽക്കടി. കാർത്തി വിളിച്ചതും ഭൂമി അവനെ പിന്തിരിഞ്ഞു നോക്കി. എന്താ കണ്ണേട്ട? അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ്റെ മുഖം ഇത്തിരി ദേഷ്യഭാവത്തിലായിരുന്നു. ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്ന് കുങ്കുമം എടുത്ത് അവനവളുടെ നെറുകയിൽ തൊട്ടു. ഇത് മറക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? അയ്യോ സോറി കണ്ണേട്ട, ഞാൻ പെട്ടെന്നങ്ങട്. വേണ്ട വേണ്ട, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. അവനവളുടെ കാതിൽ മെല്ലെ കിഴുക്കി. ഭൂമി അതിനു പകരമായി കാർത്തിയുടെ കവളിൽ ആഞ്ഞൊരു കടിവെച്ചു കൊടുത്തു. ഡീ, കാർത്തിക്ക് ശരിക്കും വേദനയെടുത്തു. അവൾ അവനെ കണ്ണിറുക്കി കാണിച്ചു. ഇതിനു പകരമായി ഞാനും കടിക്കും എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളുടെ കാതിൽ എന്തോ ഒന്ന് മുഴിഞ്ഞു. പെണ്ണിൻ്റെ പിടയുന്ന മിഴികൾ കണ്ടതും കാർത്തി ഊറിച്ചിരിച്ചു. മക്കളെ, റെഡിയായോ? സുഭദ്ര വിളിച്ചപ്പോൾ ഭൂമി താഴേക്കോടി. അപ്പോഴേക്കും സുഭദ്രയും റെഡിയായി ഉമ്മർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാർത്തിയും ബാലേന്ദ്രനും റെഡിയായി വന്നതോടെ അവർ 4 പേരും ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം കാർത്തിയുടെ മിഴികൾ കുറുമ്പ് കാട്ടി ഭൂമിയെ തേടി ചെന്നുകൊണ്ടേയിരുന്നു. അവൻ നോക്കുന്ന ഓരോ സമയവും ഭൂമി പുറംകാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരുന്നു. എന്നാൽ പെണ്ണൊളികണ്ണാൽ അവൻ്റെ പ്രവൃത്തികൾ കാണുന്നുണ്ട് താനും. കുറച്ചു മുന്നേ അവൻ പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ പെണ്ണിൽ പലപ്പോഴും ഞെട്ടലുളവായി. വളരെ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമായിരുന്നു ക്ഷേത്രത്തിലേത്. ആകാശത്ത് നീലമേഘങ്ങൾ ഒരു മഴയുള്ള തയ്യാറെടുപ്പ് ആയിരുന്നപ്പോൾ നേർത്ത മഴക്കാറ്റവളെ പുൽകിക്കടന്നുപോയി. ഭൂമിക്ക് വല്ലാണ്ട് കുളിർന്നു. ഒപ്പം ഒരു സുഖവും. പൂക്കാരി പൂ വിൽക്കാനായി ഇരിക്കുന്ന കണ്ടതും ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്നെ കാർത്തി നേരെ അവരുടെ അടുത്തേക്ക് പോയി. സുഭദ്രയ്ക്കും ഭൂമിക്കുമുള്ള മുല്ലപ്പൂ വാങ്ങി വന്നു. സുഭദ്രയ്ക്കായി കയ്യിൽ കരുതിയത് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം അവൻ ഭൂമിയുടെ പൂവ് അവളുടെ മുടിയിലേക്ക് കുത്തിക്കൊടുത്തു. ഇതെന്താ ഇപ്പോൾ എനിക്ക് തന്നത്? കയ്യിലിരുന്ന പൂവിലേക്ക് നോക്കി ബാലേന്ദ്രൻ കാർത്തിയോട് ചോദിച്ചു. ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ, ഇതുപോലെ അമ്മയ്ക്ക് തലയിൽ വെച്ച് കൊടുക്ക്. സംസാരത്തിലൊരു കുസൃതി കലർത്തി കാർത്തിയത് ബാലനോട് പറഞ്ഞതും അത് കേട്ട് ഭൂമിയും സുഭദ്രയും ഒന്നിച്ചു ചിരിച്ചു. ബാലേന്ദ്രൻ തന്നെ സുഭദ്രയുടെ തലയിലേക്ക് ആ മുല്ലപ്പൂക്കൾ ചൂടിക്കൊടുത്തു. പിന്നീട് അവർ 4 പേരും ഒന്നിച്ച് ക്ഷേത്രത്തിലേക്ക് കയറി. കണ്ണൻ്റെ മുമ്പിൽ കണ്ണടച്ചു നിൽക്കുമ്പോൾ സുഭദ്രയുടെയും ഭൂമിയുടെയും പ്രാർത്ഥനകൾ ഒന്നായിരുന്നു. അവർ പരസ്പരം അറിഞ്ഞില്ലെങ്കിൽ കൂടി. എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിനെ തരണേയെന്ന് ഭൂമി പ്രാർത്ഥിച്ച സമയം സുഭദ്ര പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് അവർക്കൊരു കൊച്ചുമോളെയോ കൊച്ചുമോനെയോ തരണേയെന്നായിരുന്നു. എന്നാൽ ഇരുവരുടെയും പ്രാർത്ഥന സ്വീകരിച്ചതുപോലെ ഭഗവാന്റെ മുഖം കൂടുതൽ പ്രസാദമായി. മിഴികളടച്ച് പ്രാർത്ഥിച്ചു നിന്ന സുഭദ്രയും ഭൂമിയും അത് കണ്ടില്ലെന്നു മാത്രം. തുടരും. ഇന്നത്തെ പാട്ട് ഇഷ്ടമായോ ആവോ? ഓടിച്ചു വിട്ട് തീർക്കാൻ പറ്റുന്നില്ല. ഇഷ്ടമില്ലാത്തൊരു റിജക്റ്റ് ചെയ്യുക, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഉദ്ദേശിച്ചതുപോലെ എഴുതി തീർത്തില്ലെങ്കിൽ എനിക്ക് മനസ്സിന് സമാധാനം കിട്ടാതാവും. പല കഥകൾ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. കുറേ ആകുമ്പോൾ ചിലർക്ക് ബോറാകും, എനിക്കറിയാം. എന്നാലും എൻ്റെ കഥയെ സ്നേഹിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ഇതിഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ശരി, ഒരു 10 പാർട്ട്, അതിനുള്ളിൽ എല്ലാം കലങ്ങിത്തെളിയും കേട്ടോ. പിന്നെ ഭൂമി പ്രഗ്നൻ്റ് അല്ലാതെ വന്നപ്പോൾ കരഞ്ഞത്, സത്യം പറയാം, സെയിം സിറ്റുവേഷനായിരുന്നു എനിക്ക്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് നെഗറ്റീവ് ആകുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകും. എന്നെപ്പോലെ ചിലരെങ്കിലും അനുഭവിച്ചു കാണും.